ഭൂമി ഒരിക്കലും മുന്നറിയിപ്പ് തരാറില്ല. ഒരു ദിവസം എല്ലാം സാധാരണ പോലെ തോന്നും. പക്ഷേ അടുത്ത നിമിഷം നിങ്ങൾ നിൽക്കുന്ന മണ്ണ് നിങ്ങളുടെ കാലുകൾക്കടിയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ. ഒമാനിൽ അങ്ങനെ ഒരു ദിവസം സംഭവിച്ചുവെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു ഭീമൻ കുഴി, മരതകപ്പച്ചയും ആഴമേറിയ നീലയും നിറഞ്ഞ വെള്ളം. ഇന്നും പലരുടെയും മനസ്സിൽ ജീവിക്കുന്ന ഒരു ചോദ്യം: ബിമ്മ സിങ്ക് ഹോൾ. മസ്കറ്റിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര. ഒമാനിലെ അൽഷർഖിയ സൗത്ത് ഗവർണറേറ്റിലെ ദിബാബ് ഗ്രാമത്തിനടുത്ത് ഹവിയത് നജ്ം പാർക്കിലാണ് പ്രകൃതിയുടെ ഈ അത്ഭുതം സ്ഥിതി ചെയ്യുന്നത്. കടലിനോട് ചേർന്ന ശാന്തമായ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഭൂമി തന്നെ തുറന്നു പോയതുപോലെ തോന്നുന്ന ഒരു കാഴ്ച നിങ്ങളുടെ മുന്നിൽ തെളിയും. ആദ്യമായി കാണുന്നവർ ഒരു നിമിഷം സംസാരിക്കാൻ പോലും മറന്നുപോകും. പക്ഷേ ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം അതിന്റെ സൗന്ദര്യമല്ല, അതിന് പിന്നിലുള്ള കഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ജീവിച്ചിരുന്നവർ ഒരു കാര്യം വിശ്വസിച്ചിരുന്നു. ഒരു രാത്രിയിൽ ആകാശത്ത് നിന്നൊരു നക്ഷത്രം ഭൂമിയിലേക്ക് പതിച്ചു. ആ ആഘാതത്തിൽ ഈ ഭീമൻ കുരി രൂപപ്പെട്ടു. അതിനാലാണ് ഈ സ്ഥലത്തിന് ഹവിയത് നജ്ം എന്ന പേര് ലഭിച്ചത്. അറബിയിൽ അതിന്റെ അർത്ഥം നക്ഷത്രം വീണ കുഴി. പക്ഷേ പ്രകൃതി എഴുതിയ കഥ അതിലും അത്ഭുതകരമായിരുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങളായി മഴവെള്ളവും ഭൂഗർഭജലവും ഈ പ്രദേശത്തെ ചുണ്ണാമ്പുകല്ലുകളെ തുള്ളി തുള്ളിയായി ലയിപ്പിച്ചു. പുറത്ത് എല്ലാം സാധാരണ പോലെ തന്നെ. പക്ഷേ ഭൂമിക്കടിയിൽ ഓരോ ദിവസവും ഒരു വലിയ ശൂന്യത വളരുകയായിരുന്നു. ഒടുവിൽ ഒരു ദിവസം ആ ശൂന്യതയുടെ മുകളിൽ നിന്നിരുന്ന ഭൂമിക്ക് സ്വന്തം ഭാരം പോലും താങ്ങാനായില്ല. ഒരു നിമിഷം കൊണ്ട് ഭൂമി തകർന്നു വീണു. അങ്ങനെ പ്രകൃതി സ്വന്തം കൈകൊണ്ട് തീർത്ത് ഒരു അത്ഭുതം ലോകം കണ്ടു. കഥ അവിടെ അവസാനിക്കുന്നില്ല. കടൽ ഇവിടെ നിന്ന് വളരെ അടുത്താണ്. അതുകൊണ്ട് കടൽ വെള്ളവും ഭൂഗർഭ ശുദ്ധജലവും ഇവിടെ പരസ്പരം കണ്ടുമുട്ടുന്നു. ആ അപൂർവ സംഗമമാണ് ഈ വെള്ളത്തിന് ലോകമെമ്പാടും പ്രശസ്തമായ ആ നീലപച്ച നിറം സമ്മാനിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ഈ അത്ഭുതം സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ ഇവിടെ എത്തുന്നത്. ചില സ്ഥലങ്ങൾ അവയുടെ സൗന്ദര്യം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കും. ചില സ്ഥലങ്ങൾ അവയുടെ കഥ കൊണ്ട് നമ്മളെ നിശബ്ദരാക്കും. പക്ഷേ ബിമ്മ സിങ്ക് ഹോൾ ഈ രണ്ടും ഒരുമിച്ച് സൂക്ഷിക്കുന്ന പ്രകൃതിയുടെ അപൂർവ സൃഷ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഏത് കഥയാണ് വിശ്വസിക്കുന്നത്? ഐതിഹ്യമോ അതോ പ്രകൃതി നിശബ്ദമായി എഴുതിയ ഈ മഹാകാവ്യമോ? യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ലോകം ഇനിയും അറിയാത്ത ഒമാന്റെ മറ്റൊരു അത്ഭുത കഥയുമായി വീണ്ടും കാണാം. അതുവരെ യാത്രകൾ തുടരട്ടെ, ഓർമ്മകൾ നിറയട്ടെ.